Good morning, my dear students. Welcome back to our online class. In the last class, we have completed our 6th chapter. Today, we are going to learn our 7th chapter. The title of the chapter is Earth and Biosphere. The chapter begins the scientific explanation regarding the evolution of land, water, air, and life forms on the earth. See the explanation. This incident took place about 4,500 million years ago. A part of the sun got separated and exploded. The resultant pieces of the explosion became 8 planets, including the Earth and their satellites. ഈ ഒരു സംഭവം നടക്കുന്നത് ഏതാണ്ട് 4500 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ്. സൂര്യൻ്റെ ഒരു ഭാഗം അടർന്നു മാറി. അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ എർത്ത് ഉൾപ്പെടെയുള്ള 8 പ്ലാനറ്റ്സുകളും സാറ്റലൈറ്റ്സുകളുമായി മാറി. ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ബോയിലിംഗ്, heavier materials were concentrated around the center of the earth and lighter materials got themselves arranged above this layer. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോയിലിങ്ങിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ സെൻറ്ററിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായിട്ട് ക്രമീകരിക്കപ്പെട്ടു. The gases that emanated gradually formed an outer layer enveloping the earth. This process continued for millions of years. Still, the earth's surface remained very hot. പുറത്തേക്ക് വന്ന ഗ്യാസസ് എർത്തിൻ്റെ ഔട്ടർ ലെയർ ആയിട്ട് മാറി. ഈ ഒരു പ്രോസസ്സ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു എർത്തിൻ്റെ സർഫസ്. Water vapor and other gases came out from the interior of the earth through continuous and extensive volcanic eruptions. This water vapor cooled down to form clouds and led to rains that lasted for many years. നിരന്തരവും വ്യാപകവുമായുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ എർത്തിൻ്റെ ഉള്ളിലെ വാട്ടർ വേപ്പറും ഗ്യാസസും പുറത്തേക്ക് വന്നു. ഈ വാട്ടർ വേപ്പർ തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയും ഉണ്ടായി. Low-lying areas on the surface of the earth were flooded. Thus, oceans were formed. It took several thousands of years for any form of life to appear on earth. Gradually, thousands of species of plants and animals that we see today evolved, and finally the human being. എർത്തിൻ്റെ സർഫസിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ ഓഷ്യൻസ് ഉണ്ടായി. എർത്തിൽ ജീവന്റെ തുടിപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ആയിരക്കണക്കിന് പ്ലാന്റ്സും അനിമൽസും പിന്നീട് മനുഷ്യനും ഉണ്ടായി. You have heard the scientific explanation regarding the evolution of land, water, air and life forms on the earth. Earth's lithosphere, atmosphere and hydrosphere are the basis for the existence of biosphere. ഇപ്പോൾ നിങ്ങളിവിടെ കേട്ടത് നമ്മുടെ എവല്യൂഷൻ ഓഫ് ലാൻഡ്, അതുപോലെ തന്നെ വാട്ടർ, എയർ, എർത്തിലുണ്ടായിട്ടുള്ള മറ്റെല്ലാ ലൈഫ് ഫോംസ് അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ എർത്ത്സ് ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ ആർ ദി ബേസിസ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ബയോസ്ഫിയർ. നമ്മുടെ ബയോസ്ഫിയറിൻ്റെ എക്സിസ്റ്റൻസിന് എന്തൊക്കെ ആവശ്യമുണ്ട്? ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. ഇതെല്ലാം തന്നെ ഏതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ബേസിസാണ്? ബയോസ്ഫിയറിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ബേസിസാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലിത്തോസ്ഫിയർ. ഹ്യൂജ് മൗണ്ടെയ്ൻസ്, ബ്രോഡ് പ്ലാറ്റ്യൂസ്, എക്സ്പാൻസീവ് പ്ലെയിൻസ്, coastal areas, deserts, islands, and various landforms under oceans. Earth's surface is very much diverse. This solid portion of the earth, which contains all the landforms, rocks, and soil, is called the lithosphere. ഇപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെയധികം ഡൈവേഴ്സിറ്റി നിറഞ്ഞതാണ് അല്ലേ? എന്താണ് ഡൈവേഴ്സിറ്റി? ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എന്തൊക്കെയുണ്ട് അവിടെ? ഹ്യൂജ് മൗണ്ടെയ്ൻസ്, ബ്രോഡ് പ്ലാറ്റ്യൂസ്, എക്സ്പാൻസീവ് പ്ലെയിൻസ്, കോസ്റ്റൽ ഏരിയാസ്, ഡെസേർട്സ്, ഐലൻഡ്സ്, ഇങ്ങനെ. അതേപോലെ തന്നെ എന്താണ്
പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതാണ് നമ്മൾ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. വലിയ മൗണ്ടെയ്ൻസുകളുണ്ട്, ബ്രോഡ് പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള പീഠഭൂമികൾ, പ്ലാറ്റ്യൂസ് ഉണ്ട്, എക്സ്പാൻസീവ് പ്ലെയിൻസ് അല്ലെ, എക്സ്പാൻസീവ് ആയിട്ടുള്ള സമതലങ്ങൾ പ്ലെയിൻസ് ഉണ്ട്, കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്, ഡെസേർട്സുകൾ, ഐലൻഡ്സുകൾ. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഈ ഒരു എർത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഡൈവേഴ്സിറ്റി നിറഞ്ഞതാണ്. This solid portion of the earth which contains all the landforms, rocks and soil is called the lithosphere. അപ്പോൾ എർത്തിൻ്റെ ഈ ഒരു സോളിഡ് പോർഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മൗണ്ടെയ്ൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, കോസ്റ്റൽ ഏരിയാസ്, ഡെസേർട്സ്, ഐലൻഡ്സ് ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യും. ഈ സോളിഡ് പോർഷൻ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ ലാൻഡ് ഫോംസ്, റോക്സ് ആൻഡ് സോയിൽ ഈസ് കാൾഡ് ദി ലിത്തോസ്ഫിയർ. അപ്പോൾ റോക്സും സോയിലും ഉൾപ്പെടുന്ന ഈ എല്ലാ ലാൻഡ് ഫോംസിനെയും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഈ സോളിഡ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആൻഡ് ദി ഡീപ്പസ്റ്റ് ട്രെഞ്ച് ദ ചലഞ്ചർ ഡീപ്പ് ഓഫ് പസഫിക് ഓഷ്യൻ ആർ ഓൾ പാർട്സ് ഓഫ് ദി ലിത്തോസ്ഫിയർ. അതുപോലെ തന്നെ ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ളത് ഹയ്യസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റും, അതുപോലെ തന്നെ ഡീപ്പസ്റ്റ് ട്രഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴം കൂടിയ ഗർത്തം, അതാണ് ട്രഞ്ച് അല്ലേ, ഏറ്റവും ആഴം കൂടിയ കുഴി, ഗർത്തം എന്നൊക്കെ പറയും. അത് പസഫിക് ഓഷ്യനിലെ ചലഞ്ചർ ഡീപ്പ്. ഇതെല്ലാം തന്നെ ഏതിൻ്റെ പാർട്ടാണ്, ലിത്തോസ്ഫിയറിൻ്റെ പാർട്ടാണ്. ഇനി അടുത്തതായിട്ട് മേജർ ലാൻഡ് ഫോംസ് ഓഫ് ലിത്തോസ്ഫിയർ. ഇനി നമുക്ക് ലിത്തോസ്ഫിയറിലെ മേജർ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മൗണ്ടെയ്ൻസ്. Landforms having an altitude of more than 900 meters above the mean sea level and with steep slopes. ഇപ്പോൾ മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഹാവിങ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് മോർ ദാൻ 900 meters അല്ലേ, ഏകദേശം 900 മീറ്റർ അധികം ഉയരത്തിലുള്ളതും അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്സ് ആയിട്ടുമുള്ളതുമായിട്ടുള്ള ലാൻഡ് ഫോംസിനെയാണ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്ലാറ്റ്യൂസ്. Landforms with almost flat top and which stands at a comparatively higher elevation than the surroundings. ഇനി എന്താണ് പ്ലാറ്റ്യൂസ്? പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ്ഫോംസ് വിത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടോപ്പ്. ഈ പ്ലാറ്റ്യൂസ് എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ടോപ്പ് ആയിരിക്കും, അതിൻ്റെ മുകൾ ഭാഗം എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. ആൻഡ് വിച്ച് സ്റ്റാൻഡ്സ് അറ്റ് എ കമ്പാരിറ്റീവ്ലി ഹയർ എലവേഷൻ ദാൻ ദി സറൗണ്ടിങ്സ്. എന്നാൽ മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതും അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഏകദേശം കുറച്ച് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ളവയാണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയാം. അപ്പോൾ മൗണ്ടെയ്ൻസിൻ്റെ പോലെയല്ല പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഹയർ എലവേഷൻ ദാൻ ദി സറൗണ്ടിങ്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, പ്ലെയിൻസ്. കമ്പാരിറ്റീവ്ലി ലോ ലയിങ് ആൻഡ് എക്സ്പാൻസീവ് ലാൻഡ് ഫോംസ്. ലോ ലയിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ, അതായത് ലോ ലയിങ് എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന നിരപ്പിൽ കിടക്കുന്നതും, എക്സ്പാൻസീവ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് അല്ലേ, അത് വളരെ എക്സ്പാൻസീവ് വിശാലമായിരിക്കും. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻസ് എന്ന് പറയുന്നത്. ദെൻ മൗണ്ടെയ്ൻസ്, പ്ലെയിൻസ്, ട്രെഞ്ചസ് ആൻഡ് വോൾക്കാനോസ് ആസ് സീൻ ഓൺ ദി ലാൻഡ് ആർ ആൾസോ ഫൗണ്ട് അണ്ടർ ദി ഓഷ്യൻസ്. അപ്പോൾ നമുക്ക് ഈ മൗണ്ടെയ്ൻസും പ്ലെയിൻസും ട്രെഞ്ചസ്, വോൾക്കാനോസ് ഇതൊക്കെ ലാൻഡിലും കാണാം, അതുപോലെ തന്നെ ഓഷ്യൻസിലും നമുക്ക് കാണാൻ കഴിയും. You can see some pictures here. The pictures shows how the lithosphere is useful to man. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ, അതിലൂടെ കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ലിത്തോസ്ഫിയർ മനുഷ്യന് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ള പിക്ചേഴ്സാണ് അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ പിക്ചേഴ്സും നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മുടെ സോളിഡ് പോർഷനായിട്ടുള്ള ലിത്തോസ്ഫിയർ യൂസ്ഫുൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ വയൽ കാണുന്നുണ്ട് അല്ലേ, കൃഷി ചെയ്യുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ റോഡിലൂടെ വെഹിക്കിൾസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്, കല്ലുകൾ എടുക്കുന്നതിൻ്റെ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ലിത്തോസ്ഫിയർ മനുഷ്യന് യൂസ്ഫുൾ ആകുന്നത് എന്നതിൻ്റെ പിക്ചേഴ്സാണ്. ദെൻ lithosphere is made up of
റോക്സ് ആൻഡ് സോയിൽ അല്ലേ? നമുക്കറിയാം ലിത്തോസ്ഫിയർ എന്തുകൊണ്ടാണ്? റോക്സ് ആൻഡ് സോയിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദി സർവൈവൽ ഓഫ് മാൻസ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇനി മനുഷ്യൻ്റെയും അതുപോലെ തന്നെ പ്ലാന്റ്സ്, അനിമൽസ് ഇവയുടേതെല്ലാം തന്നെ നിലനിൽപ്പിന് ഏത് അത്യാവശ്യമാണ്? സോയിൽ അത്യാവശ്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ്, നോയിങ് ദി സോയിൽ. Rocks exposed to sunlight, rain and snow for many years begin to disintegrate. Sometimes chemical changes also occur in them. When the dead remains of plants and animals decay, it adds humus content to the soil. Soil is formed through such processes that take place constantly over thousands of years. It contains a fixed amount of water, air, humus, and microorganisms. Soil often loses its fertility because of man's unscrupulous activities. ഇപ്പോൾ നിങ്ങൾക്കറിയാം നോയിങ് ദ സോയിൽ. റോക്സ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, റെയിൻ ആൻഡ് സ്നോ ഫോർ മെനി ഇയേഴ്സ് ബിഗിൻ ടു ഡിസിൻറ്റഗ്രേറ്റ്. ഇപ്പോൾ ഒരുപാട് കാലം റോക്സുകളിൽ സൺലൈറ്റ്, അതുപോലെ തന്നെ റെയിൻ, സ്നോ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? പിന്നെ എങ്ങനെയാണ്? ഇടയ്ക്ക് എന്തുണ്ടാവും? സംടൈംസ് കെമിക്കൽ ചേഞ്ചസ് ആൾസോ ഒക്യൂർ ഇൻ ദം. ചില സമയത്ത് കെമിക്കൽ ചേഞ്ചസും ഉണ്ടാവും. വെൻ ദി ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആനിമൽസ് ഡീകേ, ഇറ്റ് ആഡ്സ് ഹ്യൂമസ് കണ്ടന്റ് ടു ദി സോയിൽ. ഇനി അതുപോലെ തന്നെ ആനിമൽസ് ആയാലും അല്ലേ, ആനിമൽസ് ചത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിമെയിൻസ്, അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ റിമെയിൻസ് ഇതൊക്കെ മണ്ണിൽ കടന്നിട്ട് മണ്ണിൽ എന്തുണ്ടാവും? ഹ്യൂമസ് കണ്ടന്റ്. ഹ്യൂമസ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജൈവാംശം അല്ലേ? അത് ആഡ് ചെയ്യും മണ്ണിൽ. അപ്പോൾ ഇങ്ങനെ സോയിൽ ഈസ് ഫോംഡ് ത്രൂ സച്ച് പ്രോസസ്സസ് ദാറ്റ് ടേക്ക് പ്ലേസ് കോൺസ്റ്റൻ്റ്ലി ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്? സോയിൽ ഫോം ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ, എയർ ആൻഡ് ഹ്യൂമസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. ഈ സോയിലിൽ എന്തുണ്ടാവും? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ എയർ, ഹ്യൂമസ്, മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷേ സോയിൽ ഓഫൺ ലോസസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി. മണ്ണിന് ചിലപ്പോൾ അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാറുണ്ട്. എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് മാൻസ് അൺസ്ക്രൂപ്പുലസ് ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ അൺസ്ക്രൂപ്പുലസ് ആക്ടിവിറ്റീസ് മൂലം അല്ലേ? അൺസ്ക്രൂപ്പുലസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടൽ മൂലം മണ്ണിന് അതിൻ്റെ ഫെർട്ടിലിറ്റി ഇടയ്ക്ക് നഷ്ടപ്പെടാറുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്യൂ ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചിലപ്പോൾ മണ്ണിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അതിലൊന്നാണ് എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് അല്ലേ? നമ്മൾ ഫെർട്ടിലൈസേഴ്സ് വളരെ എക്സസീവായിട്ട് ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സോയിൽ ഫെർട്ടിലിറ്റി കുറയ്ക്കും. അതുപോലെ തന്നെ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസും ഇതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. Then soil which is formed due to hundreds of years of activities is either lost or destroyed due to man's indiscreet actions. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു തരി മണ്ണ് നമുക്ക് അല്ലെങ്കിൽ കിട്ടുന്നത് അല്ലേ? ഒരു തരി മണ്ണ് ഫോം ചെയ്യുന്നത്. പക്ഷേ മാൻസ് ഇൻഡിസ്ക്രീറ്റ് ആക്ഷൻസ് അല്ലേ? മനുഷ്യൻ്റെ ചില പ്രവർത്തികൾ മൂലം അത് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Then next one, the disappearing of paddy fields. Vast paddy fields were once Kerala's unique feature. ഇനി എന്താണ് the disappearing അല്ലേ? പാഡി ഫീൽഡ്സ്, നെൽപ്പാടങ്ങളൊക്കെ ഡിസപ്പിയറിങ്, ഇപ്പോൾ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. വാസ്റ്റ് പാഡി ഫീൽഡ്സ് വർ വൺസ് കേരളാസ് യുണീക്ക് ഫീച്ചർ അല്ലേ? ഒരു കാലത്ത് വളരെ വിശാലമായിട്ടുള്ള നെൽപ്പാടങ്ങൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അല്ലേ? ബട്ട് നൗ അവർ പാഡി ഫീൽഡ് ആൻഡ് അതർ വെറ്റ്ലാൻഡ്സ് അണ്ടർഗോ റിക്ലമേഷൻ ബൈ ബീയിങ് ഫിൽഡ് അപ്പ് വിത്ത് സോയിൽ ഫോർ ഹ്യൂമൻ പർപ്പസസ്. എന്നാൽ ഇപ്പോൾ എങ്ങനെയാവട്ടെ, ഇപ്പോൾ നമ്മുടെ
പാഡി ഫീൽഡ് അല്ലെങ്കിൽ അതർ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചതുപ്പ് പ്രദേശങ്ങൾ അല്ലേ, ഇതെല്ലാം തന്നെ പിന്നെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ഡൂയിങ് ദിസ് വി ആർ കോസിങ് പെർമനന്റ് ഡാമേജ് ടു ദീസ് നാച്ചുറൽ സൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്താണ്, നമ്മുടെ നാച്ചുറൽ സൈറ്റ്സുകൾക്ക് പെർമനന്റ് ഡാമേജ് ആണ് വരുന്നത് അല്ലേ. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥ വരും. ഇൻ സം പ്ലേസസ് ദ ക്ലേ ഇൻ ദി പാഡി ഫീൽഡ്സ് ആർ മൈൻഡ് ആൻഡ് ബേക്ക്ഡ് ഇൻ ദി കിൽസ് ഫോർ മേക്കിംഗ് ബ്രിങ്സ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ്, ചില സ്ഥലങ്ങളിൽ കാലങ്ങളായിട്ട് വയലുകളിൽ നിൽക്കുന്ന ചെളിയൊക്കെ എന്തിനു വേണ്ടിയിട്ട്, ഇഷ്ടിക നിർമ്മാണത്തിന്, ബ്രിക്സിന് വേണ്ടിയിട്ട് മനുഷ്യൻ കുഴിച്ചെടുക്കുകയാണ്. ക്ലേ സ്റ്റോഴ്സ് വാട്ടർ ഇൻ പാഡി ഫീൽഡ്സ്. അപ്പം എന്താണ്, ഇപ്പം ഈ വയലുകളിലൊക്കെ ഈ ചെളി ഉള്ളത് കൊണ്ടാണ്, ഈ ക്ലേ ഉള്ളത് കൊണ്ടാണ് അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നാൽ ഈ വയലുകളിൽ നിന്നുള്ള ഈ ക്ലേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇഫ് ദർ ഈസ് നോ ക്ലേ ദർ വിൽ ബി നോ പാഡി ഫീൽഡ്. അപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ എന്തില്ല, പാഡി ഫീൽഡും ഇല്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്. The water level of many our rivers which were once rich drops drastically after the rainy season. ഇപ്പോൾ നമ്മുടെ റിവറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കാലത്ത് വളരെയധികം വെള്ളം ഉണ്ടായിരുന്ന നമ്മളെ റിവറൊക്കെ റെയിനി സീസൺ കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് ഇല്ലാതാവുന്നത് നമുക്ക് കാണാം. എന്താണ് കാരണം? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദ ഡെപ്ത് ഓഫ് റിവർ ബെഡ് ഡ്യൂ ടു സാൻഡ് മൈനിങ് ഫ്രം റിവേഴ്സ്. അപ്പം ഇതിൻ്റെ കാരണം എന്താ, ഈ നദികളിൽ നിന്നൊക്കെ ഉള്ള മണൽവാര അല്ലേ, മണൽവാരലൊക്കെ ഇപ്പോൾ നല്ലോണം കൂടിയിട്ടുണ്ട്. ആ മണൽവാരലിൻ്റെ ഭാഗമായിട്ട് റിവറിൻ്റെ അല്ലെങ്കിൽ ആ നദിയുടെ ഒക്കെ അടിത്തട്ട് അല്ലേ, റിവർ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അടിത്തട്ട്, അതിൻ്റെ ആഴം കൂടുന്നതാണ് ഇതിന് കാരണം. ഇറ്റ് ആൾസോ ലീഡ്സ് ടു ലോവറിംഗ് ഓഫ് ദി വാട്ടർ ലെവൽ ഇൻ ദി നിയർ ബൈ വെൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ടു വാട്ടർ സ്കേഴ്സിറ്റി. അപ്പോൾ ഇത് എന്തിന് കാരണമാവുന്നുണ്ട്, ഇതിനടുത്ത പ്രദേശങ്ങളിലൊക്കെ കിണറുകളിലെ വാട്ടർ ലെവല് താഴുന്നതിനും അതുപോലെ തന്നെ വാട്ടർ സ്കേഴ്സിറ്റിക്കും ഇടയാക്കുന്നുണ്ട്. മെനി റിവേഴ്സ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ഡെപ്ത് ഹാവ് ഓൾമോസ്റ്റ് റീച്ച്ഡ് ദി ബെഡ് റോക്ക് ലെവൽ. അപ്പോൾ പല നദികളും എങ്ങനെയാണ്, ആഴം കൂടി ഏറ്റവും അടിത്തട്ടിൽ ആ പാറയിൽ വരെ തട്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ബെഡ് റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അടിത്തട്ടിൽ എത്തിയിട്ടുണ്ട്. ദിസ് ലീഡ്സ് ടു ബാങ്ക് ഷെൽവിങ്. അപ്പോൾ ഇത് എന്തിന് കാരണമാവും, നദികളിലെ ഒക്കെ വശങ്ങൾ ഇടിയുന്നതിന് കാരണമാവും. Man extensively shelves river banks for sand. Shelving of fertile banks result in loss of life and property. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, മനുഷ്യൻ ഈ മണലിന് വേണ്ടിയിട്ട് നദികളൊക്കെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തിന് കാരണമാക്കും, ഈ നദികളിലെ അല്ലെങ്കിൽ അതിൻ്റെ തീരത്തുള്ള താമസിക്കുന്നവരുടെ ലൈഫും പ്രോപ്പർട്ടി അതിൻ്റെയൊക്കെ തന്നെ. നെക്സ്റ്റ് വൺ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. Traveling hills. Earlier Kerala is used to see lorries climbing the hills, but now hills traveling on lorries have become a common sight. With the widespread use of powerful land excavating machines, our hills are literally being transported by lorries in no time. ഇപ്പോൾ നമുക്കറിയാം ട്രാവലിംഗ് ഹിൽസ് അല്ലേ, എന്താണ്, ആദ്യം നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്താണ്, ഏർലിയർ കേരള ഈസ് യൂസ്ഡ് ടു സീ ലോറീസ് ക്ലൈംബിങ് ദ ഹിൽസ് അല്ലേ. ആദ്യമൊക്കെ എന്താണ്, കുന്നുകൾ കയറി പോകുന്ന ലോറികളെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എന്താണ്, ബട്ട് നൗ ഹിൽസ് ട്രാവലിംഗ് ഓൺ ലോറീസ് ഹാവ് ബിക്കം എ കോമൺ സൈറ്റ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന എന്താ, കുന്നുകളൊക്കെ ലോറിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അതായത് ഒക്കെ ഇടിച്ച് നിരത്തി ആ മണ്ണുകളൊക്കെ ലോറിയിൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം പവർഫുൾ എക്സവേറ്റിംഗ് മെഷീൻസ് ഉണ്ട് അല്ലേ, വളരെ പവർഫുൾ ആയിട്ടുള്ള മെഷീൻസുകളുണ്ട്. അപ്പോൾ ആ മെഷീനുകൾ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി ആക്കാനുള്ള ഒരു കഴിവ് ആ മെഷീൻസിനുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ഈസ് കോമൺ ഇൻ കേരള നൗ
അല്ലേ? നമുക്കറിയാം ഈ ഒരു ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് എന്നുള്ളത് ഇന്ന് കേരളത്തിൽ അല്ലേ എല്ലായിടത്തും കാണുന്ന ഒരു കോമൺ സൈറ്റാണ്. ഹിൽസ് ആർ നാച്ചുറൽസ് വാട്ടർ റിസർവയേഴ്സ്. നമുക്കറിയാം ഹിൽസ് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയുടെ തന്നെ വാട്ടർ റിസർവയേഴ്സ് ആണ്. അപ്പം ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുന്നുകളെയൊക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അല്ലേ? അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റീപ്പ് സ്ലോപ്സ് ഇൻക്രീസ് ദ പോസിബിലിറ്റി ഓഫ് ലാൻഡ് സ്ലൈഡ്സ്. ഇപ്പോൾ സ്റ്റീപ്പ് സ്ലോപ്സിൽ ഇതുപോലെയുള്ള അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അത് എന്തിൻ്റെ പോസിബിലിറ്റി? ലാൻഡ് സ്ലൈഡിൻ്റെ പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്ന ആക്ടിവിറ്റീസ്? ഒന്ന് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇപ്പോൾ അല്ലേ, പിന്നെ ഈ ഒരു കുന്നുകളുടെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് സോയിൽ? ഒന്ന് ഡീഫോറസ്റ്റേഷൻ അല്ലേ, ഡീഫോറസ്റ്റേഷൻ ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അശാസ്ത്രീയമായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഇതൊക്കെ തന്നെ നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സോയിലിനെ ഡിസ്ട്രോയ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസുകൾ ആണ്. നെക്സ്റ്റ് വൺ, സീക്കിംഗ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇനി നമുക്ക് സീക്കിംഗ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിന് എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക? ആ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ് ആർ ഫോർ അവർ യൂസ്, ബട്ട് ദെയർ അൺസ്ട്രെയിൻഡ് എക്സ്പ്ലോയിറ്റേഷൻ വിൽ ലീഡ് ടു ഇംബാലൻസ് ഇൻ നാച്ചർ. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസ് എല്ലാം തന്നെ നമ്മുടെ യൂസിനുള്ളതാണ്, പക്ഷേ അവയുടെ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ നാച്ചുറിനെ തന്നെ ഇംബാലൻസ് ചെയ്യും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫൈൻഡ് ആൾട്ടർനേറ്റീവ്സ് ടു റെഡ്യൂസ് ദ ഡാമേജസ് കോസ്ഡ് ടു നാച്ചർ ബൈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോഴ്സസിനെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡാമേജുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾട്ടർനേറ്റീവ്, അതിന് പകരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ടെക്നോളജി ഓഫ് മേക്കിംഗ് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഈസ് അവൈലബിൾ നൗ. ഇറ്റ് കുഡ് ബി യൂസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ബ്രിക്സ് മെയ്ഡ് ഫ്രം ദി ടോപ്പ് സോയിൽ ഓഫ് പാഡി ഫീൽഡ്സ്. ഇപ്പോൾ നമ്മൾ വയലുകളിലെയൊക്കെ ആ മേൽമണ്ണ് ഉപയോഗിച്ചിട്ട് ബ്രിക്സ് നിർമ്മിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്, പിന്നെ ആ പ്ലാസ്റ്റിക് കളിമൺ നിർമ്മാണ ഫാക്ടറികളുണ്ടല്ലോ, കളിമൺ മാത്ര ഫാക്ടറികൾ, അവയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ട് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കട്ടകൾ നിർമ്മിക്കുക. അതൊരു രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ടെക്നോളജി ഓഫ് മേക്കിംഗ് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഈസ് അവൈലബിൾ നൗ അല്ലേ? ഇപ്പോൾ എന്തുണ്ട് ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, പിന്നെ ഇതേപോലത്തെയുള്ള ക്ലേ ഫാക്ടറീസും അതിൽ നിന്നുള്ള ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനു ഉപയോഗിക്കാം? ഇറ്റ് കുഡ് ബി യൂസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ബ്രിക്സ് മെയ്ഡ് ഫ്രം ദി ടോപ്പ് സോയിൽ ഓഫ് പാഡി ഫീൽഡ്സ് അല്ലേ? അപ്പോൾ പാഡി ഫീൽഡ്സിൽ നിന്നുള്ള ആ ക്ലേ ഉപയോഗിച്ച് ബ്രിക്സ് നിർമ്മിക്കുന്നതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ഈ ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ കളിമൺ മൺപാത്ര ഫാക്ടറികളിൽ കളിമൺ പാത്രങ്ങൾ അത് നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ നിർമ്മിക്കാം. അങ്ങനെയുള്ള രീതി ഇന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? യൂസ് ഓഫ് റോക്ക് ഡെബ്രിസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ഇൻസ്റ്റെഡ് ഓഫ് റിവർ സാൻഡ് ഈസ് നോട്ട് വർത്തി. ഇപ്പോൾ നമ്മൾ ഇതിന് പകരം ഇപ്പോൾ സാൻഡിന് പകരം നമ്മൾ എന്തുപയോഗിക്കുക? റോക്ക് ഡെബ്രിസുകൾ അല്ലേ? റോക്ക് ഡെബ്രിസുകൾ ഉപയോഗിക്കുക. അത് മറ്റൊരു ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്കറിയാം എംസാൻഡ് പോലെയുള്ള മണൽ കിട്ടാൻ ഇല്ലാത്തൊരു കാലമാണ്, മണലധികം കിട്ടുന്നില്ല. അപ്പോൾ ആ മണൽ എടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം മണൽ എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്തുപയോഗിക്കുക? റോക്ക് ഡെബ്രിസുകൾ അല്ലേ? പാറപ്പൊടികൾ, അതായത് എംസാൻഡ് പോലെയുള്ള അത് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറിനെ ഒരു പരിധി വരെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി ഈ ഒരു ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ പിന്നെ എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്നുള്ള ഈ 7th ചാപ്റ്ററിൽ ലിത്തോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ മേജർ ലാൻഡ് ഫോംസ് അല്ലേ, മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ നോയിങ് ദ സോയിൽ അല്ലേ, സോയിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ ഉപകാരപ്രദമാകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഡിസപ്പിയറിങ് ഓഫ് പാഡി ഫീൽഡ്സ് അല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പാഡി ഫീൽഡ്സ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാവും എന്നുള്ളത് പറഞ്ഞു. പിന്നെ സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സിലെ സാൻഡ് മൈനിങ്, അതുകൊണ്ടുള്ള ഡിമെറിറ്റ്സുകൾ, പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഫീൽഡ്സ് അല്ലേ, ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ആസ് യൂഷ്വൽ an assignment for you, write a note on lithosphere. Then another question, write a note on മേജർ ലാൻഡ് ഫോംസ് ഓഫ് ലിത്തോസ്ഫിയർ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് എഴുതുക. ഫസ്റ്റ് വൺ റൈറ്റ് എ നോട്ട് ഓൺ ലിത്തോസ്ഫിയർ ആൻഡ് സെക്കൻഡ് വൺ റൈറ്റ് എ നോട്ട് ഓൺ മേജർ ലാൻഡ് ഫോംസ് ഓഫ് ലിത്തോസ്ഫിയർ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും എഴുതിയിട്ട് അയച്ചു തരിക. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.